വന്നിരിക്കുന്നത് നമ്മുടെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല സ്കോർ മേടിക്കാം എന്നാണ്. അപ്പൊ അതിനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ 2ാം ക്ലാസ്സിലെ മക്കൾക്കും അതുപോലെ തന്നെ 1ാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 13ാം തീയതിയാണ്. ഇതിൽ തന്നെ 2ാം ക്ലാസ്സിലെ മക്കൾക്ക് 13ാം തീയതി അറബിക് ഓർ സംസ്കൃതമാണ്. പിന്നീട് നമ്മുടെ സാറ്റർഡേ സൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് മൺഡേ അടുത്ത ഇന്റഗ്രേഷൻ 1 ആണ്, നെക്സ്റ്റ് ഇന്റഗ്രേഷൻ 2, പിന്നെ ഇന്റഗ്രേഷൻ 3, അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം ആണ് ഇംഗ്ലീഷ്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മക്കളുടെ കേസ് പറയുവാണെങ്കിൽ അവർക്കും 13ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് ആദ്യത്തെ എക്സാം ഇംഗ്ലീഷ് ആണ്, പിന്നീട് ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2, ഇന്റഗ്രേഷൻ 3 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് അറബിക് ഓർ സംസ്കൃതം ഉള്ളത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ടൈം ടേബിൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമുക്ക് ഈ മക്കളെ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ ഫുൾ സെറ്റ് ആക്കുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ, ഈ ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2, ഇന്റഗ്രേഷൻ 3 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് നമ്മൾ ഏറ്റവും ആദ്യം തിരിച്ചറിയണം. നമുക്കറിയാം, നമ്മളിപ്പോൾ പല ലൈവ് ക്ലാസ്സുകളും കാണുന്ന സമയത്ത് മലയാളത്തിന്റെ ഒരു ലൈവും അതുപോലെ തന്നെ മാത്സിന്റെ ഒരു ലൈവ്, ഇംഗ്ലീഷിന്റെ ഒരു ലൈവ്, അങ്ങനെ 3 ലൈവായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ എക്സാം വരുന്ന സമയം ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ഉണ്ടാവും, അതേസമയം നമ്മുടെ മലയാളവും മാത്സും കൂടി ഒരുമിച്ചാണ് ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2, ഇന്റഗ്രേഷൻ 3 എന്ന് പറഞ്ഞിട്ട് എക്സാം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഓരോ സബ്ജക്റ്റുകളും നമ്മുടെ മക്കളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് വായിച്ചു കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ വായിപ്പിച്ച് വേണം നമുക്ക് അവരെ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ ധാരാളം ചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മലയാളത്തിലാണെങ്കിലും മാത്സിലാണെങ്കിലും കുറെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ചിത്രങ്ങളെയൊക്കെ അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇമാജിനേഷൻ നടത്തണം. അങ്ങനെ ഇമാജിനേഷൻ നടത്തി നമ്മുടെ വീട്ടിലുള്ള ടോയ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഫുൾ ഒന്ന് ഇമാജിനേഷൻ നടത്തിയിട്ട് വേണം നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ മാത്സ് ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കണക്കുകൾ നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കണം. നമ്മളിപ്പോൾ ചെറുപ്പത്തിലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് മാത്സിലുള്ള ഒരു കമ്പം നമ്മൾ ഉണ്ടാക്കി വെക്കണം. കാരണം എല്ലാവരുടെ മനസ്സിലുള്ളതാണ് മാത്സ് എന്തോ വലിയൊരു സംഭവമാണ്, ഒന്നുമില്ല, മാത്സ് വളരെ സിമ്പിൾ ആണ് എന്നൊരു ഐഡിയ നമ്മളെ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ഭക്ഷണ കാര്യത്തിലാണ്. കൂടുതലും അവർക്ക് ഈ ഉപ്പ് അധികമുള്ള ഐറ്റംസ്, അതായത് ഈ ചിപ്സ് അതുപോലെ തന്നെ നമ്മുടെ ലേസ് ഒക്കെ ഇല്ലേ, അങ്ങനെ പാക്കഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ചുരുക്കി പറയുവാണെങ്കിൽ ജങ്ക് ഫുഡ് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പകരം അവർക്ക് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ധാരാളമായി കഴിക്കാൻ വേണ്ടി കൊടുക്കുക. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ മക്കൾ എപ്പോഴും എന്തായിരിക്കും, നമ്മൾ കോപ്പി ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ നിന്ന് നമ്മളും ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയ ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പം ആകെ കുറച്ച് ടിപ്സ് മാത്രമേ മിസ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക. അതോടുകൂടി തന്നെ എന്താണ്, നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാം സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും യൂട്യൂബ് ചാനലിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ലൈവ് ക്ലാസ്സുകൾ, അത് മിനി ആയിക്കൊള്ളട്ടെ മെഗാ മാരത്തോണുകളായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ വരാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ 1ലും 2ലും പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അതിന് ഏറ്റവും ആദ്യം നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷ നമുക്ക് ഫുൾ ആയിട്ട് സെറ്റ് ആക്കാം. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ പാരന്റ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ വിജയമാണല്ലേ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.